ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആനുവൽ എക്സാം ബേസിക് സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചാപ്റ്റർ വരുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ട് ആക്ടിവിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ രണ്ട് ചാപ്റ്ററിൻ്റെയും അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. ഫോളോയിങ് ആർ ദ ഇമേജസ് ഓഫ് 2 ആസ്ട്രോനട്സ് ആൻഡ് ദെയർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് സ്പേസ് എക്സ്പ്ലോറേഷൻ. ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ സച്ച് എക്സ്പീരിയൻസ് ആൻഡ് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോനട്സിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതാരാണ്? കൽപ്പന ചൗള, ഇത് സുനിത വില്യംസ്. ഓക്കെ, ഇനി അവരുടെ രണ്ടാളുടെയും എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഓരോ എക്സ്പീരിയൻസിനും അതിൻ്റെ കാരണങ്ങളും നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യം അവിടെ കൽപ്പന ചൗള പറയാണ്, കുഡ് സീ ഡേ ആൻഡ് നൈറ്റ് ഓൺ എർത്ത് സൈമൾട്ടേനിയസ്ലി. ഡേ ആൻഡ് നൈറ്റ് നമുക്ക് കാണാം. അപ്പോൾ റീസൺ എന്താണ് അതിന്? ആസ് ഇറ്റ് ഈസ് ഫാർ എവേ ദ ഹോൾ എർത്ത് ക്യാൻ ബി സീൻ. അപ്പോൾ നമുക്ക് മുഴുവൻ ഭൂമി തന്നെ കാണാം. നമ്മൾ എത്രയോ ദൂരമല്ലേ? ആസ് ഇറ്റ് ഈസ് ഫാർ എവേ ദ ഹോൾ എർത്ത് ക്യാൻ ബി സീൻ. ഇനി അടുത്തത് എന്താണ്? ഡിഡിൻറ്റ് എക്സ്പീരിയൻസ് വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? സുനിത വില്യംസ് പറയാണ് ഡിഡിൻറ്റ് എക്സ്പീരിയൻസ് വെയിറ്റ്. അപ്പോൾ വെയിറ്റ് ഇല്ലാത്തതിന് കാരണം എന്താണ് ഇരിക്കുന്നത്? ദ എയർ ഫോർ ബ്രീത്തിങ് ഈസ് ക്യാരീഡ് ഫ്രം ദ എർത്ത്. റീസൺ, അപ്പോൾ നമ്മുടെ ഇവിടുന്ന് എർത്ത് നിന്ന് നമുക്ക് ശ്വസിക്കാനുള്ള വായു ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകണം. അതിന് കാരണം എന്താ? ദർ ഈസ് നോ എയർ ഇൻ ദ സ്പേസ്. പിന്നെ കനോട്ട് സ്ലീപ്പ് വെൽ ഓൺ മാട്രസ്. നമുക്ക് ബെഡിലൊന്നും കിടക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ ദ സ്കൈ ഈസ് സീൻ ഡാർക്ക്. ആകാശം വളരെ കറുത്തതായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസണാണ് നമ്മൾ എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം, നെയിം ദ ആസ്ട്രോനട്സ് ഇൻ ദ എബോവ് പിക്ചർ. രണ്ടുപേരുടെയും പേര് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ റീസൺ നോക്കാം. ക്യാൻ സീ ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്ത് അറ്റ് ദ സെയിം ടൈം. ദ എർത്ത് ഈസ് ഫാർ എവേ ദ ഹോൾ ഓഫ് ഇറ്റ് ക്യാൻ ബി സീൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻ ആൻഡ് ഓർ ആൻ ആസ്ട്രോനട്ട് ഡസ് നോട്ട് എക്സ്പീരിയൻസ് വെയിറ്റ്. ഒരു ഉറുമ്പിനോ അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യനോ ഒന്നും വെയിറ്റ് തോന്നില്ല. അതെന്തുകൊണ്ടാണ്? ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ എർത്ത് ഈസ് നോട്ട് ദർ ഇൻ സ്പേസ്. അപ്പം ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അവിടെ ഇല്ല. അപ്പം ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ എർത്ത് ഈസ് നോട്ട് ദർ ഇൻ സ്പേസ്. ഇനി അടുത്ത എന്താണ്? എയർ ഫോർ ബ്രീത്തിങ് ഹാസ് ടു ബി ക്യാരീഡ് ഫ്രം ദ എർത്ത്. എയർ കൊണ്ടുപോകണം. എന്താ കാരണം? ദർ ഈസ് നോ എയർ ഇൻ സ്പേസ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? കനോട്ട് സ്ലീപ്പ് വെൽ ഓൺ മാട്രസ്. മാട്രസിലൊന്നും കിടക്കാൻ പറ്റില്ല. കിടക്കയിലൊന്നും നമുക്ക് ദ മാട്രസ് ആസ് വെൽ ആസ് ദ പേഴ്സൺ വിൽ ഫ്ലോട്ട് ഇൻ സ്പേസ്. എന്താണ്? ഒഴുകിയാണ് നടക്കുക. അവിടെ അങ്ങനെ നമുക്കൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും കഴിയില്ല. നമ്മളിങ്ങനെ ഒഴുകാണ് ചെയ്യുക. സ്റ്റാർസ് ക്യാൻ ബി സീൻ ഈവൻ ഡ്യൂറിങ് ദ ഡേ. ഡേയിലും നമ്മൾ സ്റ്റാർസ് കാണും. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ദ സ്കൈ ഈസ് ഓൾവേസ് ഡാർക്ക്. അതായത് അവിടെ എയർ ഇല്ല, അതുകൊണ്ട് എപ്പോഴും സ്കൈ ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയല്ലോ. കനോട്ട് സ്ലീപ്പ് വെൽ ഓൺ മാട്രസ്. എന്താണ് കാരണം? ദ പേഴ്സൺ വിൽ ഫ്ലോട്ട് ഇൻ സ്പേസ്. അതേപോലെ തന്നെ ദ എയർ ഫോർ ബ്രീത്തിങ് ഈസ് ക്യാരീഡ് ഫ്രം ദ എർത്ത്. ദർ ഈസ് നോ എയർ. ദ സ്കൈ ഈസ് ഡാർക്ക്. എന്താണ്? ദർ ഈസ് നോ എയർ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് അതിനോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇൻ ദ സ്റ്റഡി ഓഫ് ഫോറസ്റ്റും വെറ്റ്ലാൻഡിനെയൊക്കെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സഹായിക്കുന്നു. അപ്പോൾ ഇൻ ദ സ്റ്റഡി ഓഫ് ഫോറസ്റ്റ് ആൻഡ് വെറ്റ്ലാൻഡ്, ടു ഗീവ് ഗൈഡ്ലൈൻസ് ഫോർ ലാൻഡ്, സീ ആൻഡ് എയർപോർട്ട്. അതായത് ലാൻഡ് ട്രാൻസ്പോർട്ട്, അതേപോലെ സീ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, ഗതാഗതം, അതേപോലെ തന്നെ കരഗതാഗതം, അതേപോലെ തന്നെ വായു ഗതാഗതം. ഇതിനെയൊക്കെ ട്രാൻസ്പോർട്ട്, കരയിൽ കൂടിയും വായുവിൽ കൂടിയും കടലിൽ കൂടിയുമുള്ള ഈ ഒരു ട്രാൻസ്പോർട്ടിന് ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന ആരാണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വഴിയാണ്. ഇൻ സ്പേസ് റിസർച്ച്, ബഹിരാകാശത്ത് ഗവേഷണം നടക്കുക. ഇൻ മിലിറ്ററി ആൻഡ് ഡിഫൻസ് ആക്ടിവിറ്റീസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിലിറ്ററിയിലും ഡിഫൻസ് ആക്ടിവിറ്റീസിലും ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വളരെയധികം ഉപയോഗപ്രദപ്പെടുന്നു. പിന്നെ ഇൻ കമ്മ്യൂണിക്കേഷൻ,
കമ്മ്യൂണിക്കേഷൻ, അതായത് TV, റേഡിയോ, ഫോൺ, ഇൻ്റർനെറ്റ്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൻ്റെ യൂസേജാണ് എഡ്യൂക്കേഷണൽ പർപ്പസ്. അപ്പോൾ ഇതൊരു പദസൂര്യൻ പോലെ വരും. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് ഇവിടെ എഴുതിയിട്ട് അപ്പോൾ നിങ്ങൾ ഓരോ യൂസസും എഴുതാനായിട്ട് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇൻ ദ സ്റ്റഡി ഓഫ് ഫോറസ്റ്റ് ആൻഡ് വെറ്റ്ലാൻഡ്സ് ടു ഗീവ് ഗൈഡ്ലൈൻസ് ഫോർ ലാൻഡ് ആൻഡ് സീ ട്രാൻസ്പോർട്ട്, ഇൻ സ്പേസ് റിസർച്ച്, ഇൻ മിലിറ്ററി ആൻഡ് ഡിഫൻസ് ആക്ടിവിറ്റീസ്, ഇൻ കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷണൽ പർപ്പസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് ദ ഗിവൺ ലിസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ കാർഡ്സ്. അപ്പോൾ ഇവിടെ IRS, ഇൻസാറ്റ്, ലാൻഡ് റിസോഴ്സസ്, വിക്ടേഴ്സ്, മൊബൈൽ ഫോൺ, ഇങ്ങനെ 5 കോളങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യണം. IRS എന്തുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. IRS ക്ലൈമറ്റോളജിയുമായി ബന്ധപ്പെട്ടതാണ്. IRS ക്ലൈമറ്റോളജി. ഇൻസാറ്റ് ടെലിവിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടെലിവിഷൻ, ഇൻസാറ്റ്. ലാൻഡ് റിസോഴ്സസ് IRS ആണ്. വിക്ടേഴ്സ് നമുക്കറിയാം എജുസാറ്റ് ആണ്. മൊബൈൽ ഫോണ് ഇൻസാറ്റ് ആണ്. ഇനി അതുമായിട്ടുള്ളൊരു B ക്വസ്റ്റ്യൻ ഉണ്ട്. ചന്ദ്രയാൻ ഈസ് ദ മൂൺ എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റ് ഓഫ് ഇന്ത്യ. റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ചന്ദ്രയാൻ പ്രോജക്റ്റ്. അപ്പോൾ ചന്ദ്രയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ മൂൺ എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റാണ്. അതിൻ്റെ 2 അഡ്വാൻറ്റേജസ് എഴുതാനാണ്. Chandrayaan 1 was launched on 22nd October 2008. The presence of water on the moon was detected by Chandrayaan. അപ്പോൾ presence of water detect ചെയ്ത ആരാണ്? ചന്ദ്രയാൻ ആണ്. ഇനി അടുത്തൊരു ഒരു ഇല്ലസ്ട്രേഷനാണ്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് എജുസാറ്റ് ആണ്. മാർസ് എക്സ്പ്ലോറേഷൻ വെഹിക്കിൾ ഏതാണ്? മംഗൾയാനാണ്. മംഗൾയാൻ. അപ്പോൾ ഫസ്റ്റ് വൺ മംഗൾയാനാണ്. അപ്പോൾ മാർസ് എക്സ്പ്ലോറേഷൻ വെഹിക്കിൾ മംഗൾയാൻ. ഓക്കെ, മംഗൾയാൻ. ഇനി അടുത്തത് ആര്യഭട്ട ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ ആണ് ആര്യഭട്ട. ഇനി അടുത്തത് ഫസ്റ്റ് സാറ്റലൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് സോളാർ എക്സ്പ്ലോറേഷൻ വെഹിക്കിൾ അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്പോൾ ആദിത്യൻ. അതിൻ്റെ പേര്? ആദിത്യൻ. സോളാർ എക്സ്പ്ലോറേഷൻ വെഹിക്കിൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആദിത്യൻ എന്നാണ് അതിൻ്റെ പേര്. ചന്ദ്രയാൻ എന്ന് പറഞ്ഞിട്ട് മൂൺ എക്സ്പ്ലോറേഷൻ. ചന്ദ്രയാൻ എന്ന് പറയുന്നത് മൂൺ എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇതേണ്ടത് മാർ എക്സ്പ്ലോറേഷൻ മംഗൾയാൻ. ആര്യഭട്ട എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. പിന്നെ സോളാർ എക്സ്പ്ലോറേഷൻ വെഹിക്കിൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആദിത്യനാണ്. ചന്ദ്രയാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മൂൺ എക്സ്പ്ലോറേഷൻ ഈസ് ചന്ദ്രയാൻ. ഇനി അടുത്ത ചോദ്യം. ഹു എസ്റ്റാബ്ലിഷ്ഡ് തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ? ആരാണ്? തുമ്പ വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് ആരാണ്? വിക്രം സാരാഭായി ആണ്. ഇനി അടുത്തത് സുനിത വില്യംസ് ഈസ് എൻ ആസ്ട്രോനട്ട് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹൂ മെയ്ഡ് എ ജേർണി ടു സ്പേസ്. റൈറ്റ് എനി 2 റെക്കോർഡ്സ് അച്ചീവ്മെൻറ്റ് ഷീ മെയ്ഡ്. അപ്പോൾ സുനിത വില്യംസ് ഒരു ആസ്ട്രോനട്ടാണ്. അവരുടെ 2 റെക്കോർഡ്സ്. അപ്പോൾ ഷീ ഈസ് എ വുമൺ ഹൂ ഹാസ് സ്പെൻഡ് ദ ലോങ്ങസ്റ്റ് ടൈം ഇൻ സ്പേസ്. ഒരുപാട് സമയം സ്പേസിൽ ചിലവഴിച്ച ആളാണ് സുനിത വില്യംസ്. വോക്ക്ഡ് ദ ലോങ്ങസ്റ്റ് ടൈം ഇൻ സ്പേസ്. ബഹിരാകാശത്ത് ഒരുപാട് സമയം നടന്നു. ആ 2 റെക്കോർഡുകളും സുനിത വില്യംസിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മൾ 3 ആക്ടിവിറ്റീസും 3 ചാപ്റ്റേഴ്സും റിവിഷൻ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.